ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അയില മീൻ വെച്ചിട്ട് ഒരു സ്നാക്സാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8ഓളം അയില മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഈ മീനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മസാലപ്പൊടികളെല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഒരു അരമണിക്കൂർ നേരം മാറ്റി വെച്ചിട്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ മീനെല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഇതേ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് മസാല ആക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അങ്ങനെ സവാള നല്ലപോലെ ഒന്ന് വഴഞ്ഞു വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. നല്ലപോലെ തക്കാളിയെല്ലാം വാടിയിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അങ്ങനെ മസാല എല്ലാം നല്ലപോലെ വഴഞ്ഞു വന്നിട്ടാകുമ്പോൾ പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് നല്ലപോലെ പൊടികളെല്ലാം ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ പൊരിച്ച് വെച്ചിട്ട് അയില മീനില്ലേ അതൊന്ന് മുള്ളെല്ലാം കളഞ്ഞിട്ട് ഒന്ന് നുള്ളിയെടുത്തത് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇതിന് വേണ്ട മാവ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങ ആ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും സവാളക്ക് പകരം ചെറിയുള്ളി എടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂണോളം പെരുംജീരകവും മറ്റേ ചെറിയ ജീരകവും 2 മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത്. അങ്ങനെയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരക്കുമ്പോൾ ഉപ്പിടാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടി ഇട്ടിട്ട് കുഴക്കുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ അരക്കുമ്പോൾ ഇത്ര ക്വാണ്ടിറ്റിയിൽ അരക്കണമെന്നില്ല, ഞാൻ അരച്ചത് കുറച്ച് ജാസ്തി ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് നമ്മുടെ പത്തലിൻ്റെ പൊടിയില്ലേ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കലാണ്. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാഴൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു പത്തിരീൻ്റെ വലുപ്പത്തിൽ ആ ഒരു ഉണ്ട എടുത്തിട്ട് നല്ലപോലെ ഒന്ന് റൗണ്ടിലൊന്ന് ഞാൻ കൈയോടെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇത് പ്രസ്സിൽ വെച്ചിട്ടും പരത്തിയെടുക്കാം. ഞാനിപ്പോൾ കൈയോടെ തന്നെ പരത്തിയെടുക്കുന്നതാണ്. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച മീനിൻ്റെ മസാലേൻ്റെ ഫില്ലിങ്ങില്ല അതൊന്ന് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മടക്കിയിട്ടെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടെടുക്കലാണ്. പിന്നെ ഞാനൊന്ന് പ്രസ്സിലും പരത്തിയിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ട് ഇനി ഇതൊന്ന് നമുക്ക് ആവി കയറ്റിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം ഇത് ആപ്പച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 20 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കലാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് തണിഞ്ഞതിന് ശേഷം ഈ ഇലയിൽ നിന്ന് ഈ അടയെല്ലാം ഒന്ന് മാറ്റിയിട്ടെടുക്കലാണ്.
അങ്ങനെ അതെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ്. അങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഈ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് വെച്ച അടയില്ല അത് ഇങ്ങനെ ഒന്ന് മുക്കിക്കൊടുത്തിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഒരു ഭാഗം ഒരു 2 മിനിറ്റ് നേരം ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കലാന്ന്. അങ്ങനെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാനിങ്ങനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അയില മീൻ വെച്ചിട്ടുള്ള മീനട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റും ആ അയില മീനിൻ്റെ മസാലയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.